ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് XY500 ടയർ ചേഞ്ച് ചെയ്യുന്നതാണ്. വാഹനത്തിൽ ഇപ്പോൾ ഉള്ളത് സ്റ്റോക്ക് ടയറായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്രിഡ്സ്റ്റോണിൻ്റെ ഡ്യൂലർ ഹൈവേ ടെറൈൻ HT ടയറാണ്. ഇത് ഏതാണ്ട് 37,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ത്രെഡെല്ലാം ഏകദേശം സൈഡിലെ ത്രെഡെല്ലാം പോയിട്ടുണ്ട്. പുറകുവശത്ത് കാണുന്ന ഈ ടയർ അപ്പോളോയുടെ ആപ്റ്റര ടയറാണ്. ഇത് സ്റ്റെപ്നി ടയറാണ്. അതുകൊണ്ടാണ് ഈ ടയറിൽ അത്യാവശ്യം കട്ടയുള്ളത്. ഈ ടയർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സൈഡ് വാളിലൊരു ക്രാക്ക് കാണും. ഈ അടുത്ത് ടയർ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ടയറിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് കുറച്ച് വെട്ടി തേയുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ടയേഴ്സ് ഉണ്ട്. അതിൽ MRF വാണ്ടറർ ഉണ്ട്, പിന്നെ അപ്പോളോയുടെ ആപ്റ്റര, യോക്കോഹാമയുടെ ജിയോലാൻഡർ, മിഷ്ലിൻ്റെ ലാറ്റിറ്റ്യൂഡ്, ബ്രിഡ്സ്റ്റോണിൻ്റെ ഡ്യൂലർ സ്റ്റോക്കായിട്ട് കമ്പനി ഇരുന്നത് ഈ ടയറാണ്. സിയറ്റിൻ്റെ സെക്യൂർ ഡ്രൈവ്. ഇത്രയും ഓപ്ഷൻസാണ് ഉള്ളത്. പിന്നെ പിരളിയുടെ ടയേഴ്സ് ഒക്കെ ഉണ്ട്. പിരളിയുടെ ടയേഴ്സ് കുറച്ച് കോസ്റ്റ്ലിയാണ്. അവൈലബിലിറ്റി നോക്കിയപ്പോൾ MRF വാണ്ടറർ 80 അവൈലബിൾ അല്ല ഇപ്പോൾ. ടയേഴ്സിൽ AT എന്ന് പറഞ്ഞാൽ ഓൾ ടെറൈൻ, HT എന്ന് പറഞ്ഞാൽ ഹൈവേ ടെറൈൻ. HT ടയേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൈവേ പർപ്പസിന് വേണ്ടിയിട്ടാണ്. AT ടയേഴ്സ് നിങ്ങൾക്ക് രണ്ട് പർപ്പസിന് യൂസ് ചെയ്യാം. ഹൈവേയിലും യൂസ് ചെയ്യാം, ചെറിയ രീതിയിൽ ഓഫ് റോഡിങ് പർപ്പസിനും. അങ്ങനെ കുറേ കടകളിൽ കയറിറങ്ങി AT വേർഷൻ അവൈലബിൾ ആയിട്ടുള്ളത് യോക്കോഹാമയുടെ ജിയോലാൻഡറിലാണ്. പിന്നെ ടയർ വാങ്ങിക്കാൻ പോകുന്ന എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മാനുഫാക്ചറിങ് വീക്കും ഇയറും ഇതിൻ്റെ സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒരുപാട് പഴയതാണെങ്കിൽ അത് വാങ്ങാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ നമ്മൾ ജിയോലാൻഡർ ടയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. പുതിയ ടയേഴ്സ് ചെയ്യുമ്പം കുറച്ചുകൂടെ വീതി കൂടിയ ടയേഴ്സ് ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സജഷൻ ഉള്ളത് 255/60 R17 ടയറായിരുന്നു. പക്ഷേ ഞാനത് കടകളിൽ സെർച്ച് ചെയ്തപ്പോൾ റെഡിലി അവൈലബിൾ അല്ല. അതുകൊണ്ട് 235/65 R70 എന്ന സ്റ്റോക്ക് സൈസിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ സൈസ് തന്നെയാണ്. ബെറ്റർ അപ്സൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വണ്ടിയുടെ അലൈൻമെൻറ്റിലും ചിലപ്പോൾ ഒരു ബോബ്ലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണോ സ്റ്റോക്ക് വന്നത് അത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഈ യോക്കോഹാമ ടയേഴ്സിന് കോസ്റ്റ് വരുന്നത് 12,000 പെർ പീസാണ്. 4 ടയറും ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിൻ്റെ കൂടെ വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാഹനത്തിൽ 4 ടയറുകളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോയി വരുന്നതായിരിക്കും. ബോബ്ലിങ്ങോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. യോക്കോഹാമ ഈ ടയറിന് 1.5 വർഷം അൺകണ്ടീഷണൽ വാറണ്ടി നൽകുന്നുണ്ട്. അങ്ങനെ നമ്മൾ 4 ടയറും മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ആ 4 ടയർ പുതിയതിട്ടതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയാണ് വാഹനത്തിൻ്റെ ലുക്ക്. വാഹനം കൂടുതൽ ഒരു സ്പോർട്ടി ആയ പോലെ ഉണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴും പെർഫോമൻസ് ബെറ്ററായ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ AT ടയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓഫ് റോഡിലൊക്കെ ട്രൈ ചെയ്തു. അപ്പോഴും ബെറ്റർ റിസൾട്ട്സാണ് എനിക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2,000-3,000 കിലോമീറ്റർ ഓടിയതിനു ശേഷം ഞാനൊരു റിവ്യൂ ഇടാം. ഇതിൻ്റെ എന്തെങ്കിലും അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്.
പുതിയ ടയർ ഇട്ടതിന് ശേഷം ഞാനൊരു ചെറിയ യാത്ര നടത്തി. 150 കിലോമീറ്റർ ഓടി. കബനി നദിയുടെ തീരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ യാത്രയിൽ റോഡൊക്കെ അത്യാവശ്യം മോശം റോഡുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഹമ്പി കാര്യങ്ങളൊക്കെ ഉള്ള റോഡുകളാണ്. പക്ഷേ ടയേഴ്സ് അങ്ങനെ നല്ല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി എല്ലാം നന്നായ പോലെയാണ് എനിക്ക് തോന്നുന്നത്.